ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 4 ഹെയർ കട്ട് കാണിക്കാൻ പോവാം. നിങ്ങൾക്ക് ഡേ ടു ഡേ ആവശ്യമുള്ളത് നിങ്ങളുടെ സലൂണിൽ അങ്ങനെ ആൾക്കാർ വരുള്ളൂ, അതാദ്യം പഠിക്കാൻ നോക്കുക. ABCD. ഇവിടെ നിങ്ങളിപ്പോൾ 0 എന്ന് വിചാരിക്കുക. ഞാൻ തന്നെ 35 വർഷമായി, എനിക്കറിയാവുന്നത് തന്നെ ആകെ 1%. എത്രയോ പുരോഗമനമായിട്ടുണ്ട് ഈ ഫീൽഡിൽ. എനിക്കറിയാവുന്നത് ഒരു 1%. അതാദ്യം മനസ്സിലാക്കി. ഇവിടെ ഞാൻ കണ്ടത് ഒന്ന് കത്തിരി പിടിക്കാൻ അറിയാത്തവരും അത് കാണിക്കുക ഇത് കാണിക്കുമെന്ന് പറയും. അങ്ങനെ ഞാനൊന്നും കാണിക്കാൻ പോകില്ല. അതൊക്കെ ക്ലാസ്സിനെടുക്കുമ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് ഡമ്മിൽ ചെയ്യിപ്പിക്കുമ്പോൾ കാണിക്കുക ഉള്ളതാണ്. ഇപ്പോൾ ഇതൊരു ട്രെയിലർ പോലെ. എന്താ ട്രെയിലറിൽ ഫുള്ള് ഫിലിമൊന്നും കാണിക്കില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡേ ടു ഡേ ആ ടൈപ്പ് കസ്റ്റമർ വരുമ്പോൾ എന്ത് ചെയ്യണോ ആ മുടിയിൽ എന്നുള്ളത് 1 or 2 വിഷയം പഠിച്ചാലും മതി. ഓരോരോ ക്ലാസ്സിലിങ്ങനെ പെട്ടെന്ന് എല്ലാം കണ്ടിട്ടും വീഡിയോ എടുത്തിട്ടൊന്നും പ്രയോജനമില്ല. ആദ്യം ഞങ്ങൾ ബേസിക് ആദ്യം കത്രി പിടിക്കാൻ പഠിക്കണം. ഈ വാലുണ്ടല്ലോ, ഇതെപ്പോഴും പുറത്ത് വരണം. റിംഗ് ഫിംഗർ. നിങ്ങൾ കസ്റ്റമർ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നേരത്തെ ഈ വിരലും കയറ്റി വയ്ക്കും. ഇത് ഏറ്റവും ഡേഞ്ചറസ്. പിന്നെ നിങ്ങളുടെ കോമ്പ്, ഇവിടെ എല്ലാം ടെയിൽ കോമ്പ് 35 വർഷം പഴയ ഐറ്റമാണ്. ഇത് ടെയിൽ കോമ്പ്, വാലുള്ള ചീപ്പ്. ഇത് കട്ടിങ് കോമ്പ്. ഇത് ഒടിഞ്ഞതല്ല, ഇവിടെ സെക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. 40-50 രൂപ ഉണ്ടാവുള്ളൂ. ഇതല്ല, ഇത് ഇച്ചിരി കോസ്റ്റ്ലി. നിങ്ങൾക്ക് സാധാരണ കടയിൽ കിട്ടും, 40-50 രൂപയ്ക്ക് കിട്ടും. കട്ടിങ് കോമ്പ് ഇങ്ങനെയുള്ളത്. ഇത് വാങ്ങിക്കാം. ടൂൾസ് നല്ലത് വേണ്ടേ? ഞങ്ങൾ പഴയ നിങ്ങളുടെ ഷോപ്പിൽ ആരെങ്കിലും വരും കസ്റ്റമർ, അവർ നിങ്ങളുടെ ടൂൾസ് കണ്ടിട്ട് തന്നെ പേടിക്കും. പഴയ കാലത്തെ കത്രിയും കോമ്പും അല്ലേ? ഓരോരോ സാധനം നല്ലത് മേടിക്കുമ്പോൾ നല്ലത് വാങ്ങിക്കാം. ഓരോന്നും വാങ്ങിച്ചു. കട്ടിങ് കോമ്പ്, ടെയിൽ കോമ്പുകളാണ്. ഇതിൽ 2 സൈഡുണ്ട്. ആദ്യം വലിയ സൈഡിലും പിന്നെ ഫൈനലി കോമ്പ് ചെയ്യുമ്പോൾ ചെറിയ ഭാഗത്തും കോമ്പ് ചെയ്യും. അങ്ങനെയല്ലേ? പിന്നെ കസ്റ്റമർ ഏതോ പേര് പറഞ്ഞിട്ട് വരും, ആ കട്ട് ഈ കട്ടിനൊക്കെ പറഞ്ഞിട്ട് വരും. അവരെ ഞങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ടെക്നിക്കലായിട്ട് നല്ലൊരു കറക്റ്റായിട്ട് പേര് പറയണം. ഞങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹെയർ കട്ടിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് ആദ്യം. ഫാക്ട്സ് ടു ബി നോട്ടഡ് ബിഫോർ എ ഹെയർ കട്ട്. Facts to be noted before a haircut. Underline ചെയ്തോ. Number 1, length of the hair. Length എപ്പോഴും കസ്റ്റമറുടെ ഇഷ്ടം. നമ്പർ 2, ലെങ്ത്തിൽ 3 ഉണ്ട്. എന്തൊക്കെയാ? ലോങ്, ലെങ്ത്തിൻ്റെ അടിയിൽ എഴുതിക്കോളൂ. ലോങ്, മീഡിയം, ഷോർട്ട് അല്ലേ? നമ്പർ 2, ടെക്സ്ചറിൻ്റെ അടിയിൽ 3. കർലി, CURLY ചുരുണ്ട മുടി. വേവി, പിന്നെ സ്ട്രെയിറ്റ്. പിന്നെ നോക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്താ? ഡെൻസിറ്റി, കട്ടി, തിക്നെസ്. തിക്നെസ്സിന് എഴുതിക്കോളൂ. ഡെൻസിറ്റിയിൽ 3: തിക്ക്, കട്ടിയുള്ളതും, മീഡിയമായിട്ട് കട്ടിയുള്ളതും, കട്ടിയില്ലാത്തതും. 4ാമത് ഫേസ് ഷേപ്പ്, മുഖത്തിൻ്റെ ആകാരം. എന്താ ഫേസ് ഷേപ്പ് കേട്ടിട്ടില്ലേ? ഫേസ് ഷേപ്പിൽ 1, 2, 3 എഴുതിക്കോ. റൗണ്ട്, സ്ക്വയർ, ഓവൽ, മുട്ടയുടെ ഷേപ്പ് ഓവൽ, ട്രയാങ്കിൾ, ത്രികോണം. നെറ്റിയുടെ ഭാഗം ചെറുതായിട്ടും ജോ ലൈനിൻ്റെ ഭാഗം വീതി കൂടിയിട്ടുണ്ടാവും ത്രികോണത്തിൽ. 5ാമത് റിവേഴ്സ് ട്രയാങ്കിൾ. അതിൻ്റെ മറിച്ച് ഉൾട്ട റിവേഴ്സ് ട്രയാങ്കിൾ. നെറ്റിയുടെ ഭാഗം വീതി കൂടിയിട്ടും ചിന്ന ഭാഗം നേരോ ആയിട്ടുണ്ടാവും. റിവേഴ്സ് ട്രയാങ്കിൾ. ഇപ്പം എൻ്റെ ഫേസ് റിവേഴ്സ് ട്രയാങ്കിൾ.
പക്ഷെ നിങ്ങൾ തന്നെ നോക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ വീഴും അല്ലേ, മുടിയുടെ ഇവിടെ. ഇപ്പം ഞാൻ ഈ ഭാഗം മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ പെട്ടെന്ന് എൻ്റെ ചിന്നിൽ വരും, ഉണ്ടോ അല്ലേ? അപ്പോൾ ഞാൻ ഇതിവിടെ വെച്ചപ്പോൾ ഹെയർ കട്ട് ബാലൻസ് ആവാൻ വേണ്ടി, ബാലൻസ്. ഇപ്പോൾ റിവേഴ്സ് ട്രയാങ്കിൾ കാണുന്നില്ലല്ലോ, 4 പോയിൻ്റ് ആയില്ലേ? ലെങ്ത്ത്, ടെക്സ്ചർ, ഡെൻസിറ്റി, ഫേസ് ഷേപ്പ്. ഇതിനാൽ ഞങ്ങൾ കസ്റ്റമർ കയറി വരുമ്പോൾ തന്നെ കണ്ടിട്ട് മനസ്സിലാക്കാം. കണ്ടിട്ട് അവരെ കണ്ട ഉടനെ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ലെങ്ത്തും മുടി ടെക്സ്ചർ. ഈ മുടി ഇപ്പോൾ ഞാൻ റോഡിൽ പോകുമ്പോൾ ഇത്ര വർഷമായിട്ടും ആദ്യം മുടി നോക്കിയിട്ട് ഈ സ്ത്രീ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ പോകും എന്നുള്ളത് ഞാൻ ആദ്യമേ മനസ്സിൽ അത് ഡിസൈഡ് ചെയ്യും. അങ്ങനെ അതൊരു ശീലം എപ്പോഴും വേണം. എവിടെ പോയാലും വെറുതെ അവരുടെ സ്വർണ്ണം നോക്കുക, അവരുടെ തുണി ഡ്രസ്സ് നോക്കുക, ചെരുപ്പ് നോക്കുക അല്ല. ഈ ഫീൽഡിലുള്ളപ്പോൾ അവരുടെ മുടി നോക്കുക ആദ്യം അല്ലേ? സ്ത്രീകളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അവരുടെ ചെരുപ്പും അവരുടെ ഡ്രസ്സ് ഇങ്ങനെ നോക്കൂലേ, സൈഡിലൂടെ ഇങ്ങനെ. നേരിട്ട് അവരുടെ മുടി നോക്കുക. ഇവർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അവർ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നുള്ളത്. ആ തീരുമാനം ഞങ്ങൾ എടുക്കണോ, കസ്റ്റമർ വന്നിട്ട് പറയുന്നതല്ല. കസ്റ്റമർ വന്നിട്ട് പറയുന്നത് നിങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് വേറെ കോൺഫിഡൻസ് ഇല്ല, നോളജ് ഇല്ല അല്ലേ? അപ്പോൾ എനിക്ക് നോളജ് ഇല്ലാത്തപ്പോൾ അവർ പറഞ്ഞത് ഞാൻ തലയാട്ടും അല്ലേ? ഡോക്ടറല്ലേ ഗുളിക എഴുതുന്നത്, പേഷ്യൻ്റ് പറയല്ലല്ലോ ഇന്ന ഗുളിക വേണമെന്ന് അല്ലേ? അപ്പോൾ അവർ പറഞ്ഞത് തലയാട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താവും? 5 വർഷമായാലും ഓൾട്രേഷൻ ടൈലറുടെ പോലെയാവും. ഓൾട്രേഷൻ ടൈലറിൻ്റെ പണി എന്താ? അറേഞ്ച് കൂട്ടുക, കുറയ്ക്കുക, ടൈറ്റ് ചെയ്യുക, ലൂസ് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. ഡ്രസ്സൊന്നും ഉണ്ടാക്കില്ലല്ലോ, അതുപോലെ ആവും. അതിന് ഞങ്ങൾക്ക് ബേസിക് ABCD പഠിക്കണം. ഏത് ഹെയർ കട്ടിലും അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഇതൊന്നും ഇല്ല. ഞങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ ചെയ്ത് വരുമ്പോൾ വേറെ ധൈര്യം കൂടി. അങ്ങനെ ഇപ്പോൾ സൈക്കിൾ പഠിക്കുമ്പോൾ ആദ്യം 2 ഹാൻഡിലും പിടിക്കും, കുറച്ച് ധൈര്യം വരുമ്പോൾ ഒരു കൈ വിടും, പിന്നെ 2 കൈ വിട്ടിട്ടും പോവും, പിന്നെ ഫ്രണ്ട് വീൽ പൊക്കും അല്ലേ? അതൊക്കെ പഠിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പഠിച്ച് സൈക്കിൾ ചവിട്ടി കഴിയുമ്പോഴല്ലേ, ധൈര്യം വരുമ്പോഴല്ലേ അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ബേസിക് ഫൗണ്ടേഷൻ. ഇപ്പോൾ ഇംഗ്ലീഷ് ഓരോരുത്തർ ഓരോ സ്റ്റൈലിൽ സംസാരിക്കും, പക്ഷേ A to Z ഉള്ളിലല്ലേ ഉള്ളത്, അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ അതിൽ എങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു, വേർഡ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു, അത് ഞങ്ങളിങ്ങനെ എക്സ്പീരിയൻസ് ആകുമ്പോൾ പഠിക്കും. ചെറിയ പിള്ളേർക്ക് A for ആപ്പിളിൽ നിന്ന് തന്നെ എഴുതിപ്പിക്കും അല്ലേ? പിന്നെ വലുതാകുമ്പോൾ എയ്റോപ്ലെയിൻ എഴുതാൻ പഠിക്കും അല്ലേ? പഠിപ്പിക്കുമ്പോൾ ആപ്പിളല്ലേ, ആപ്പിളും ബാറ്റും പോലെ അങ്ങനെയല്ലേ? അതുപോലെ ആദ്യം ഫൗണ്ടേഷൻ ബേസിക് ശരിക്കും വേണം. ആദ്യം കത്രി പിടിക്കാൻ പഠിക്കേ നിങ്ങളെല്ലാവരും. പിന്നെന്തായി? അവരുടെ ഫേസ് ഷേപ്പ് ശ്രദ്ധിച്ച്. ഇത് 4 അവർ കയറി വരുമ്പോൾ ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് അവർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിക്കണോ, നിങ്ങൾ എന്ത് ചെയ്യുക? ടീച്ചറാണോ, ഡോക്ടറാണോ, പ്രൊഫഷൻ, കരിയർ എന്താണ്, സ്റ്റുഡൻ്റാണോ, സ്കൂളിലാണോ, കോളേജിലാണോ? വേറെ ആൾക്ക് വേറെ ഹെയർ കട്ട് കൊടുക്കാം അല്ലേ? സ്കൂൾ പിള്ളേർക്ക് സ്കൂളിൽ റൂൾസ് ഉണ്ടാവും. കൂടുതൽ ഒന്നും പെട്ടെന്ന് മുടി വെട്ടാൻ പറ്റില്ല. കോളേജിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെയല്ലേ? ഇപ്പോൾ ടീച്ചറോ ഡോക്ടറോ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ഹെയർ സ്റ്റൈൽ മാറ്റാൻ പറ്റില്ല. അവർക്കൊരു സൊസൈറ്റിയിൽ ഒരു ഇമേജ് ഉണ്ടാവും അല്ലേ? പെട്ടെന്നൊരു ടീച്ചർ ഹെയർ സ്റ്റൈൽ മാറ്റി ചെറുതാക്കിയിട്ട് പോയാൽ സ്കൂളിലൊക്കെ പ്രോബ്ലം ആവും. അത് കഴിഞ്ഞിട്ട് എവിടെ താമസിക്കണമെന്ന് ചോദിക്കുക, അവരുടെ ചുറ്റുപാട് അറിയാൻ വേണ്ടി. ഇപ്പം നിങ്ങളുടെ ടൗണിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന ഏരിയയിൽ താമസിക്കുന്നവർ ഇച്ചിരി അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ചില പാവങ്ങളുടെ ഏരിയയിൽ ബോബ് കട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അതറിയാൻ വേണ്ടിയിട്ട് ചോദിക്കണോ, എവിടെ താമസിക്കുന്നു, എവിടെയാണ് വീട്, എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അവരുടെ ചുറ്റുപാട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഹെയർ കട്ട് കൊടുക്കാം. അവരേതോ പടം കാണിച്ചു, നേരെ ചുരുണ്ട മുടിക്കാർ നേരെ മുടിയിൽ പടം കാണിക്കും. അപ്പോൾ ഞങ്ങളുടെ കടമ പറയണം, ഇതേ നിങ്ങളുടെ മുടി ഇങ്ങനെയുള്ളത് കൊണ്ട് ഇത് പറ്റത്തില്ല, സത്യം പറ. അവർ പിന്നെ
അവർ നിങ്ങളെ വാക്ക് കേൾക്കാതെ പോയി എവിടെയെങ്കിലും കുളമാക്കിയിട്ട് വരട്ടെ, പിന്നെ തിരിച്ച് നമ്മുടെ അടുത്ത് വരും. ഞങ്ങൾ സത്യം പറഞ്ഞതല്ലേ ഇല്ലേ? അത് എപ്പോഴും ഓർക്കണം. അങ്ങനെ വേണം. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ആദ്യം മോസ്റ്റ്ലി വരുന്നത് ആരെ? ലോങ് ഹെയർ അല്ലേ? നീളം മുടിയുള്ളവർ ലെങ്ത്ത് കുറയ്ക്കണ്ട, ലെയറിൽ വേണമെന്ന്. ലെയർ സ്റ്റെപ്പ് രണ്ടും ഒരേ വാക്ക് തന്നെ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നാടൻ, ലെയർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അന്തസ്സായിട്ടുള്ള ശബ്ദം, അത്രയേ ഉള്ളൂ. 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമല്ലോ എന്ന് പറഞ്ഞാൽ അവർ ഏത് ലെവലിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇഷ്ടിക വെച്ചിട്ട് സ്റ്റെപ്പൊന്നും ചെയ്യുന്നില്ലല്ലോ. മുടി പൊക്കിയിട്ട് കിട്ടുമ്പോൾ എല്ലാ സ്ഥലത്തും എവിടെ വേണമെങ്കിലും അത് വീഴും. അതിന് എണ്ണ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായ? ഇപ്പോൾ നീളമുടിയുള്ളവർ വാ, ആരെങ്കിലും ലോങ് ഹെയർ. ആദ്യം ലോങ് ഹെയറിൽ കർലി വേവി, തിക്ക് ഹെയറിൽ വന്നാൽ എന്ത് ചെയ്യണം, ലോങ് ഹെയറിൽ കട്ടിയില്ലാത്ത മുടി വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ലെങ്ത്ത് കസ്റ്റമറുടെ ഇഷ്ടം, അവർക്ക് കാണിച്ചിട്ട് വെട്ടാം. ആദ്യം തുമ്പ് അത് മാത്രം വെട്ടിയാൽ മതി, അത് ഫൈനൽ ലെങ്ത് ആയിട്ടുണ്ടാവും. ദേ രണ്ട് സെക്ഷൻ. കസ്റ്റമർ എന്ത് പറയുന്നു? ലാസ്റ്റ് ലെങ്ത്ത് കുറയ്ക്കണ്ട. അപ്പോൾ ഞാൻ ലാസ്റ്റ് ലെങ്ത്ത് അങ്ങ് പിടിച്ചിട്ട് ഇത് എവിടെ അവസാനിക്കണോ അവിടെ തന്നെ ഗൈഡ് ലൈൻ വെട്ടി. ലെങ്ത്ത് അവിടെ തന്നെ ഉണ്ടാവും. അവരുടെ ഗൈഡ് ലൈൻ നേരെ നെറ്റിയുടെ മുന്നിൽ നേരെ ഇവിടെ കൊണ്ടുപോവാം. കോമ്പ് താഴേന്ന് കോമ്പ്, താഴേന്ന് കോമ്പ് ഈ ഭാഗത്ത് കസ്റ്റമറിൻ്റെ മുന്നിൽ നിൽക്കുക. താഴെല്ല മേലെ നേരെ ഫോർഹെഡ് ലെവലിൽ. നിങ്ങൾ ഈ നേരത്തെ ഇങ്ങനെ വിരൽ കയറ്റി കഴിഞ്ഞാൽ എന്താവുന്നുള്ളത് അതിൻ്റെ ഡേഞ്ചർ. നിങ്ങളൊക്കെ ഇങ്ങനെയല്ലേ പിടിക്കുന്നത്? കസ്റ്റമറെ റോഡിൽ കാണുമ്പോൾ ഈ വിരലങ്ങ് കയറ്റി വെക്കും. തമ്പ് കയറ്റണ്ട. ഇത് നിങ്ങൾക്ക് മാറ്റാൻ പ്രയാസമുണ്ടെങ്കിൽ വെട്ടിയ ഉടനെ കത്രിക മേശപ്പുറത്തിൽ എവിടെയെങ്കിലും വെക്കുക. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ണ് കുത്തിപ്പോ. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊക്കെ ഈ ഇങ്ങനെ വിരലും വെച്ച് കോമ്പും വെച്ച് അവരുടെ മുഖത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ കത്രി എവിടെ പോകുന്നുള്ളത് ശ്രദ്ധിക്കുക. നേരത്തെ വെച്ചു, ദേ
ഇവിടെ പോകുമ്പോൾ എവിടെ പോവും? നേരെ അവരുടെ കണ്ണിൽ പോവും. അപ്പോൾ ഇത് ദൂരത്തിങ്ങനെ വേണം. ലാസ്റ്റ് മിനിറ്റിൽ കത്രി ഇത് വിരലിടുക. വെട്ടിയ ഉടനെ വിരൽ മാറ്റണം. അതാണ് ആദ്യം പഠിക്കേണ്ടത്. ഗൈഡ് ലൈൻ ഹെഡ് പൊസിഷൻ സ്ട്രേറ്റ്. അപ്പോൾ അവരിങ്ങനെ ആകുമ്പോൾ അവരുടെ തല നേരെ വെക്കണം. നേരെ ഇങ്ങനെയല്ല. ചെവിയുടെ മുകളിൽ കൂടെ. ഇവിടെ നിന്നല്ല, ഇവിടെ ഇവിടെ കണ്ട. ഗൈഡ് ലൈൻ അത്രയേ ഉള്ളൂ. ലെങ്ത് അവിടെ തന്നെയുണ്ട്. നല്ല ലെയറിലും വന്നു, കട്ടിയും കൂടി അല്ലേ? തന്നെ ഷേപ്പിലും വരും. ഇൻടേൺ ചെയ്യുമ്പോൾ അകത്തോട്ട് ചെയ്യുമ്പോൾ വലിയ ബ്രഷ്, പുറത്തോട്ട് ചെയ്യുവാണെങ്കിൽ വേറെ ഇറക്കട്ട് സ്മോൾ. ഇത് റൗണ്ട് ബ്രഷ്. എന്താ ബ്രോഡ് റേ കോമ്പല്ല. ഈ നാട്ടിൽ കോമ്പിനും ചീപ്പിനും ഒക്കെ ബ്രഷിനും ചീപ്പിനൊക്കെ പറയും. ബ്രോഡ് റേ കോമ്പല്ല ഇത്. ദിസ് ഈസ് റൗണ്ട് ബ്രഷ്. ആ ഇത് കോമ്പല്ല, ഇത് ബ്രഷ്. മനസ്സിലായ?
ഇങ്ങനത്തെ ഒരു ബ്രഷ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവണം. നിങ്ങളുടെ സ്വന്തം മുടി ചെയ്യുവാനും നിങ്ങൾ ആ ചെറിയ ചീപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യുക. കട്ടിയുള്ള മുടി ഇവിടെ നിന്നും പെടലിയുടെ ഇവിടെ നിങ്ങളുടെ കോമ്പ് എത്തുന്നില്ല. തല താഴിട്ടിട്ട് ഇവിടെ നിന്ന് തുടങ്ങണം എപ്പോഴും നിങ്ങളുടെ സ്വന്തം മുടി. പാഡിൽ ബ്രഷ്. ആദ്യം ഇച്ചിരി ട്രിം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 5 സെക്ഷൻ ഇങ്ങനത്തെ മുടി വരുമ്പോൾ 5 സെക്ഷൻ. ഫ്രണ്ട് 2, ബാക്കിൽ ത്രികോണത്തിൽ 3. അതിപ്പോൾ നമുക്ക് കാണാം. ബാക്കിൽ 3 സെക്ഷൻ. 3 സെൻറ്റർ പാർട്ടിൻ്റെ സെൻറ്റർ മിഡിൽ സെക്ഷൻ എടുത്തിട്ട് ഒരു ചെറിയ സെക്ഷൻ ഇങ്ങനെ മേലെ കയറ്റി പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റ് എന്ത് പറയുന്നു, ലെങ്ത്ത് കുറയ്ക്കണ്ട. അപ്പോൾ ലാസ്റ്റ് ലെങ്ത്തും പിടിച്ച് അവിടെ കൊണ്ടുപോയി നോക്കണം. നേരത്തെ വെട്ടിയത് സൈഡിൽ വെട്ടുമ്പോൾ ഞാൻ ലാസ്റ്റ് ലെങ്ത്ത് സൈഡിൽ കൊണ്ടുവന്നു അല്ലേ, ഫ്രണ്ടിലോട്ട്. ഇപ്പോൾ ഞാൻ താഴെ മേപ്പോട്ട് കൊണ്ടുപോകാം. ഇത് എവിടെ അവസാനിക്കണോ അവിടെ നിന്ന് ഗൈഡ് ലൈന് വെട്ടാം. പക്ഷേ ലോങ് ഹെയർ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ലെയർ ഇത് ചെറുതാവാൻ പാടില്ല. അതും പിന്നെ ലാസ്റ്റ് ലെങ്ത്തിൻ്റെ ഗ്യാപ്പ് കൂടുതലുണ്ടാവാൻ പാടില്ല. അതിപ്പോൾ കാണാം, ഗ്യാപ്പ് കൂടിപ്പോയി അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് വിട്ടേക്കാം. ഇവിടെ ലെങ്ത്ത് കൂട്ടാം. നിങ്ങളെവിടെ ഇങ്ങനെ മേലെ കൊണ്ടുപോയി പിടിച്ചിട്ട് എവിടെ വരുമെന്ന് നോക്കാം. ഇത് ഓക്കെ, വലിയ ഗ്യാപ്പ് ഇല്ല. ലോങ് ഹെയർ എന്തുകൊണ്ട്, എല്ലാ ഹെയർ ഇവിടെ ഞങ്ങൾ പിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ ചെറുതാവാൻ പാടില്ല. ഇവിടെ കൊണ്ടുപോയി ഗൈഡ് ലൈൻ. ബാക്കി എല്ലാ 5 സെക്ഷൻ മുടിയും ഇവിടെ കൊണ്ടുവന്ന് വെട്ടാൽ വളരെ എളുപ്പമുള്ള പണി. ലോങ് ഹെയർ, കട്ടിയുള്ള നേരെ മുടി, കർലി ബേബി ഹെയർ, അങ്ങനത്തെ മുടിയിലല്ല. കോമ്പും വിരലും ഒന്നിച്ച് പോകണം. ഇവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുവന്ന് നോക്കുക. ഓക്കെ, ദേ കോമ്പ് ഇവിടെ. ഇപ്പം എൻ്റെ വിരൽ കയറും. ഞാൻ നേരത്തെ ഇങ്ങനെ വെച്ചില്ല. ഇതാദ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ വെട്ടുമ്പോൾ ചെറുതായിട്ട് ഇച്ചിരി കയറ്റിയാൽ മതി. മൊത്തം ഇങ്ങനെ മോതിരത്തിൻ്റെ പോലെ ഇടണ്ട. ഇതേ
ചെറുതായിട്ട് കയറ്റി ഇവിടെ കൊണ്ടുപോവാ. ഉടനെ കൈ വിരൽ മാറ്റണം. ഇത് ഗൈഡ് ലൈൻ. ഇത് വിടണ്ട, ഇത് എപ്പോഴും കയ്യിലിരിക്കട്ടെ. ഈ ഭാഗം സെക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. കണ്ടോ? ബാലിന് മേപ്പോട്ട് കോമ്പ് ചെയ്യുക. നീറ്റായിട്ട് കോമ്പ് ചെയ്ത് സൈഡിലേക്ക് പോവാം. ഏത് സൈഡിലും പോവാം. അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. നിങ്ങളുടെ ഇഷ്ടം. വിട്ടോ. ഗൈഡ് ലൈൻ കാണുന്നുണ്ടോ? ഗൈഡ് ലൈൻ. കൈ വിടണ്ട. ഇതെപ്പോഴും നമ്മുടെ കയ്യിലിരിക്കട്ടെ. നെക്സ്റ്റ് സെക്ഷൻ. ഈ മുടി വെറുതെ കോമ്പ് ചെയ്ത് സമയം കളയേണ്ട. ഇത് ഇവിടെ കൊണ്ടുവന്ന് നോക്കി ഇത് എത്തുന്നില്ല. അപ്പോൾ ഞാൻ ലെങ്ത്ത് തൊട്ടില്ല, മുടി ലെയറിലും ആയി. അല്ലേ? ക്ലയൻറ്റ് എന്ത് പറഞ്ഞ ലെങ്ത്ത്? ലെങ്ത്ത് തൊട്ടേ ഇല്ലല്ലോ. ലെങ്ത്ത് അവിടെ എത്തില്ല. അപ്പോൾ ലെങ്ത്ത് തന്നെ അവിടെ ഉണ്ടാവും. അതുപോലെ എല്ലാ ഓരോരോ സെക്ഷൻ. ആദ്യം ചീവിയിട്ട് പിന്നെ ഗൈഡ് ലൈൻ വെച്ച് എടുത്താൽ മതി. സൈഡിൽ വെച്ചോ. ഇതേ ഗൈഡ് ലൈൻ അല്ലേ? കൈ വിടണ്ട. വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചീവല്ലേ? ഇങ്ങനെ ചീവേണ്ടത്. ലെയർ ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെയർ കാണണം. ഒരു സൈഡ് പിടിക്കുമ്പോൾ എല്ലാം മൊത്തം ഒരു സൈഡ് 3 സെക്ഷനും സെയിം ഗൈഡ് ലൈൻ. വെട്ടിയ സൈഡും വെട്ടാത്ത സൈഡ് കാണും. ഗൈഡ് ലൈൻ കണ്ടില്ലെങ്കിൽ അത് കാണുന്നവരെ ചെയ്യണം. അതെ, ഇവിടെ ഗൈഡ് ലൈൻ. പണിയില്ലാത്തപ്പോൾ ലേഡീസ് അവരുടെ മുടി തന്നെത്താനെ വെട്ടും. ഫ്രണ്ടിലുള്ളത് കണ്ടില്ലേ ഇവിടെ? അതെൻ്റെ ഗൈഡ് ലൈൻ അല്ല. എൻ്റെ ഗൈഡ് ലൈൻ ബാക്കിലുള്ളതാണ്.
ഇവിടെ വരുമ്പോൾ കൺഫ്യൂസ് ആവണ്ട. ആദ്യം ചെറിയ മുടി കാണും, അവിടെ നിർത്തി വെട്ടി ആകെ സ്വിമ്മിങ് പൂളാവും. എന്താവും? അത് മലയാളത്തിൽ പറഞ്ഞാൽ മതി, സ്വിമ്മിങ് പൂള്. ചെറിയ മുടി വിട്ടേക്കാം. എല്ലാ ഹെയർ കട്ട് കഴിഞ്ഞപ്പോൾ ലാസ്റ്റിൽ 2 സെക്ഷൻ ആക്കിയിട്ട് ഷോൾഡറിൽ കൊണ്ടുവന്ന് ചെറുതായിട്ട് ട്രിം ചെയ്യാം. ഇതോടെ കണ്ടോ, ഒരു വാല് പോലെ കിട്ടും. അത് ചെറുതായിട്ട് 2 സൈഡിലും ട്രിം ചെയ്യാം. ലാസ്റ്റിലിപ്പോൾ ഈ കട്ട് ചെക്ക് ചെയ്യണമല്ലോ, ചെക്കിങ്. ബോക്സ് സെക്ഷൻ എന്ന് പറയും. ബോക്സ് സെക്ഷൻ ഈ 2 എല്ലിൻ്റെ നേരെ മിഡിൽ ഓഫ് ദ ഐബ്രോ ഇവിടെ ഒരു സ്ക്വയറായിട്ട് ഒരു സെക്ഷൻ എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ വെട്ടി 5 സെക്ഷനും എൻ്റെ കയ്യിലുണ്ടാവും. നേരത്തെ വെട്ടിയ 5 സെക്ഷൻ എൻ്റെ കയ്യിലുണ്ടല്ലോ, 5 സെക്ഷൻ്റെ ഭാഗം ഇല്ലേ മൊത്തം. ഇവിടെ 1, ബാക്കിൽ 3, ഇവിടെ 1, ഇവിടെ 2. ദേ ചിലപ്പോൾ ചെയ്യുമ്പോൾ ശരിയായില്ലെങ്കിൽ ഇവിടെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇത് ഓക്കെ അല്ലേ, 5 സെക്ഷനും ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്നും എക്സ്ട്രാ ഒന്നും ഇല്ല. 1 2 മുടി ഉണ്ടെങ്കിൽ അത് ട്രിം ചെയ്തേക്കാം. ഇങ്ങനെ ചെക്ക് ചെയ്യാം. ലെങ്ത്തും കുറച്ചില്ല, ലെയറിലും ആയി. ഇതിപ്പോൾ ടൈ ചെയ്യുമ്പോൾ ഇവിടെ പെടൽ കെട്ടി ഇങ്ങനെ കെട്ടണ്ട, അത് ചെവിയുടെ മുകളിൽ കൂടെ വിരൽ കൊണ്ടുവന്ന് ഹൈ പോണിൽ ക്ലച്ചറിടണം. ഇങ്ങനെ പിന്നപ്പ് ചെയ്യുമ്പോൾ മുടി നീളം ലെങ്ത്ത് കൂടിയിട്ട് തോന്നും. ലെങ്ത്ത് കൂടില്ല, പക്ഷെ കൂടിയതായിട്ട് തോന്നും ഇല്ലേ. ലെയറും കാണും. ഇവിടെ ക്ലച്ചറിടണം. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് പറയണം. എണ്ണ തേക്കല്ലേ, 3 പ്രാവശ്യം കുളിക്ക്, തലകൾക്ക് വെറുതെ വെള്ളം കോരിയിട്ട് വന്ന പോരാ. ഇപ്പം എണ്ണയുള്ളത് കൊണ്ട് ഇത് സെറ്റിംഗ് ആവില്ല. ഒരുപാട് എണ്ണ, ഒരുപാട്. ക്ലച്ചർ ക്ലിപ്പുണ്ടോ? ക്ലിപ്പുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് അവിടെ നോക്കുക, അവിടെ 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 എവിടെ ഇങ്ങനെ മേലെ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടിയിട്ട് തോന്നും. ലോങ് ഹെയറിൻ്റെ എല്ലാ ടെക്സ്ചറും ഞങ്ങൾ കവർ ചെയ്തല്ലോ. കർലി വേവി, തിക്ക് സ്ട്രേറ്റ്, തിക്ക് കട്ടിയുള്ള നേരെ മുടി വന്നാൽ എങ്ങനെ ചെയ്യണോ, ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്യണോ. 5 സെക്ഷൻ എടുത്തിട്ട്. കട്ടിയില്ലാത്ത നീളമുടി വന്നാൽ
അവരുടെ ചെയ്ത് ലോങ് ഹെയർ, പിന്നെ കട്ടിയില്ലാത്ത മുടി, അങ്ങനെ സൈഡിൽ കൂടെ വെട്ടാം. മെയിൻ എന്താ ഹെയർ കട്ടിൽ? ലെങ്ത് അവരുടെ ഇഷ്ടം. കട്ടിയില്ലാത്ത മുടിയിൽ കട്ടി കൂട്ടണം, കട്ടി കൂടുതലുള്ള മുടിയിൽ കട്ടി കുറയ്ക്കാം, അത്രേ ഉള്ളൂ ഹെയർ കട്ട്. ഇപ്പോൾ ഇത് മീഡിയം ലെങ്ത്ത്, നല്ല മുടി മീഡിയം ലെങ്ത്ത്, ഇച്ചിരി വൃത്തിയായിട്ടും ഉണ്ട്. ഷാംപൂ കിട്ടോ? എപ്പോൾ? ഇന്നലെ രാത്രിയാണ്, മിനിയാന്ന്. ആ, മിക്കവാറും നിങ്ങൾക്ക് ഇപ്പോൾ 2 വെട്ടിയത് അതുപോലത്തെ മുടി വരും, ഇതുപോലത്തെ മുടിയും വരും. മീഡിയം ലെങ്ത്ത് എന്താ? അപ്പോൾ എല്ലാത്തിനും ഒരേ ടെക്നിക്കല്ല, ഓരോരോ ലെങ്ത്ത് ടെക്സ്ചർ അനുസരിച്ച് വേറെ വേറെ ടെക്നിക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇത് കാണാം. ഇതെവിടെ ഇത്ര കട്ട് ചെയ്യാൻ പോവാൻ? നാല് സെക്ഷൻ. ഗൈഡ് ലൈൻ 0 ഡിഗ്രി. ആദ്യത്തെ ഗൈഡ് ലൈൻ 0 ഡിഗ്രി. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ പൊക്കാതെ ഇവിടെ വെച്ചിട്ട് വെട്ട്. 0 ഡിഗ്രി. ഇവിടെ നിന്നിട്ട് ഇവിടെ അല്ല. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ. ഇങ്ങനെ എടുത്ത സെക്ഷൻ ഹോറിസോണ്ടൽ എന്ന് പറയും. ഹോറിസോണ്ടൽ എന്താ? ആ, ഇപ്പം ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ വെർട്ടിക്കൽ. വെർട്ടിക്കൽ വെട്ടുമ്പോൾ വെർട്ടിക്കൽ എടുത്തിട്ട് ചെറിയ ചെറിയ സെക്ഷൻ എടുക്കുക. ചെറിയത് സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. വേണ്ടാത്ത സെക്ഷൻ സൈഡിൽ വെക്കുക. ഇവിടെ ഗൈഡ് ലൈൻ താഴെ നിന്ന് നേരെ നിൽക്കുക. 90 ഡിഗ്രി. ഗൈഡ് ലൈൻ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയിട്ട് നോക്കുക. ഗൈഡ് ലൈൻ കോമ്പ് താഴെ നിന്ന് കോമ്പ്. ഇതപ്പോൾ വിടണ്ട, കയ്യിലിരിക്കട്ടെ. കുറച്ച് നേരത്തെ വിട്ടതിപ്പോൾ കയ്യിൽ വേണം. ചെറിയ സെക്ഷൻ വെർട്ടിക്കൽ. ഗൈഡ് ലൈൻ ചില കയ്യിലിരിക്കട്ടെ. റൗണ്ട് റൗണ്ട് പോവാം. അപ്പോൾ തന്നെ
മാച്ച് ചെയ്ത് നോക്കണം. മൊത്തം മുടി എടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ വെട്ടിയ സെക്ഷൻ്റെ കുറച്ച് മുടി എടുത്താൽ മതി. ഈ മൊത്തം ഇവിടെ പൊക്കേണ്ട ആവശ്യമില്ല. നേരത്തെ വെട്ടി ഇച്ചിരി ചെറിയ മുടി. ഗൈഡ് ലൈൻ. ഇതെവിടെ ഗൈഡ് ലൈൻ? നേരെ നിൽക്കുക. കൈ വിടണ്ട. ചെറിയ സെക്ഷൻ കയ്യിൽ വെച്ചോ. നെക്സ്റ്റ് സെക്ഷൻ. കണ്ടോ എത്ര നീറ്റായിട്ട് ലെയർ ആവുന്നുണ്ട് അല്ലേ? കട്ടിങ് കുറഞ്ഞില്ല. നെക്സ്റ്റ് ലാസ്റ്റ് സെക്ഷൻ എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ഏത് മുടി വന്നാലും ഇങ്ങനെ പോവും അല്ലേ? അങ്ങനെ പോകുമ്പോൾ നടുവേദന വരും. പിന്നെ കാണുന്നില്ല. കുറച്ച് മുടി ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ മുടി ലെങ്ത്ത് കൂടും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് കൂടും. നേരെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ കൺട്രോളിലുണ്ടാവും.
പഠിക്കുക? സ്കൂളോ കോളേജോ? ജോലി? 9th. ആദ്യം എന്താ ശ്രദ്ധിക്കണ്ടേ? ലെങ്ത്. ഏത് ലെങ്ത് ഇത്? ഇത് മീഡിയം ലെങ്ത്. ലോങ് ഹെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ, അതിൻ്റെ മുകളിലുള്ള ഇവിടെ താഴെയുള്ള ഇത് മീഡിയം. ലോങ് ഹെയറിൽ ചെയ്ത പോലെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെട്ടാൻ പറ്റത്തില്ല, അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ ചെറുതായി പോവും, പിന്നെ ഇവിടെ ഇങ്ങനെ പൊങ്ങി കിടക്കും ഇവിടെ. അതുകൊണ്ട് അത് ഈ ലെവലിൽ തന്നെ ഒതുക്കണം. ഇപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ, എവിടെ എങ്ങനെ സെക്ഷൻ എടുത്തു, എന്ത് ചെയ്യാൻ പോവാ, എൻ്റെ കൈ, കത്രി, കോമ്പ്, അത് ആദ്യം ശ്രദ്ധിക്കണം. വെള്ളം അടിക്കുമ്പോൾ ദൂരത്തിന് അടിക്കണം, ഇവിടെ അല്ല. അവിടെ ആകുമ്പോൾ എല്ലാം വെള്ളം അവിടെ ഉണ്ടാവും. മുടി എപ്പോഴും കെട്ടിയിടുവോ അല്ല അയച്ചിട്ട് വിടുവോ? അയച്ചിടുവോ? എവിടെ പോയാലും ബട്ടർഫ്ലൈ കട്ട് കാണിക്കുമെന്ന് പറയാം. അപ്പോൾ ഈ മുടി അവരോട് ഞാൻ ചോദിച്ചു, ബട്ടർഫ്ലൈ ചെയ്യാൻ ഇച്ചിരി ഫ്രണ്ടിൽ കുറച്ച് ചെറുതാവും, എത്രയേ ഉള്ളൂ, ബാക്ക് ലെങ്ത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടോ? ചിൻ ലെവലിൽ വെട്ടി. സെയിം ഫെദർ കട്ട് പോലെ
മുന്നിൽ കൊണ്ടുപോയിട്ട് വിട്ട ഗൈഡ് ലൈൻ നോക്കണം. ഗൈഡ് ലൈൻ അപ്പോൾ അതേ മുടിയെ മേലെ കൊണ്ടുപോയി വിട്ട മേലെ. ഇവർ നമ്മുടെ ഫ്രണ്ടിൽ ഇവരെ സ്മൂത്തിങ് ഇത് ചെയ്തിട്ടുണ്ട്, കണ്ടോ? അവിടെ ഗൈഡ് ലൈൻ. അതിന് പോയിന്റ് കട്ടിങ്ങിന് വരും. പോയിന്റ് കട്ടിങ് എന്താ? ആ, ടിപ്പ് ഓഫ് ദ സിസറിൽ വെച്ച് പോയിന്റ് കട്ടിങ്. ഇങ്ങനെ പറ്റില്ലെങ്കിൽ നിങ്ങളിങ്ങനെ നോർമലായിട്ടും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യമുണ്ട് അങ്ങനെ ചെയ്യും. ലാസ്റ്റ് ലെങ്ത്ത് ഇവിടെ, എൻ്റെ ഗൈഡ് ലൈന് ഇവിടെ അല്ലേ? അപ്പോൾ വിരൽ നേരെ മേപ്പോട്ട് കൊണ്ടുപോയി മൊത്തം ലെയറിലാവും. ലെങ്ത്ത് തൊട്ടില്ല. വെട്ടിയതും വെട്ടാത്തതും ഉണ്ടോ? ലെങ്ത്ത് സെയിം. ഗൈഡ് ലൈൻ ഏത് ഹെയർ കട്ട് ചെയ്യുമ്പോഴും ലെങ്ത്ത് കസ്റ്റമറുടെ ഇഷ്ടം. ആദ്യം കാണിച്ചിട്ട് വെട്ടിയതല്ലാതെ പിന്നെ ലെങ്ത്ത് കുറയ്ക്കാൻ പാടില്ല. ആദ്യം അവർക്ക് കാണിച്ചിട്ട് തുമ്പ് വെട്ടില്ലേ, അതല്ലാതെ ഞാൻ ലെങ്ത്ത് കുറച്ചില്ലല്ലോ അല്ലേ? ആ, അപ്പോൾ ഇടയ്ക്കുള്ള മുടിയെ ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് പിന്നെ ഒരു തുറന്നിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഇവിടെ ചെറുതായാലും കുഴപ്പമില്ല. അത് ചോദിച്ചിട്ടാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. അത് പിന്നെ ഇവിടെ കെട്ടാമല്ലോ. നല്ല ലെയർ വന്നു. ആ ഉണങ്ങിയ മുടി അവർ കളറൊക്കെ ചെയ്താൽ ഉണങ്ങിയിട്ടുള്ള അതൊക്കെ പോയി, ക്വാളിറ്റി നന്നായി. കണ്ടോ, ഒന്നും ചെയ്യാതെ നല്ല ലെയർ വന്നില്ലേ?
എങ്ങോട്ട്? ഇങ്ങോട്ടാ? ഈ ഭാഗത്താ? ആ ഫ്രണ്ടിലൊന്നും ചെയ്യാൻ പോണ്ട കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ ആ വൃത്തികേടായിട്ടുണ്ട് ഇവിടെ. നാച്ചുറൽ മുടി കൊള്ളാം.
ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ കാണണ്ട. കെമിക്കലൊന്നും ചെയ്യാൻ പോണ്ട കേട്ടോ. ഒന്നും ചെയ്യണ്ട. ആകെ ഈ വാൽ പോലെയുള്ള ഈ ഇങ്ങനെ മുടി ഇനി ഒട്ടിപ്പോവും. ഒന്നും ചെയ്യണ്ട, നാച്ചുറലായിട്ട് ഇരിക്കട്ടെ. ഇവിടെ വരെ അല്ലേ? കസ്റ്റമർ ഇവിടെ തന്നെ പറയുമ്പോൾ ഒരു 2 ഇഞ്ച് നീളം കൂട്ടിയിട്ട് വെട്ടിക്കോ, പിന്നെ ചെറുതാക്കാം. എൻ്റെ ഒന്നുമില്ല, ഇങ്ങനെ കട്ടി കുറഞ്ഞ മുടി. ഹെയർ കട്ട് ആദ്യം 0 ഡിഗ്രിയിൽ വെട്ടി. ഇപ്പോൾ ഞാൻ കുറച്ച് പൊക്കുക. അത്ര കട്ടിയില്ല, ഇച്ചിരി കട്ടിയുള്ള മുടിയായ നല്ല രസമുണ്ടാവും. ഇങ്ങനെ 45 ഡിഗ്രിന് ഗ്രാജുവേഷൻ എന്ന് പറയും. അറ്റത്തിൽ മാത്രം ലെയർ ഉണ്ടാവും. സാധാരണക്കാർക്കൊന്നും അത് മനസ്സിലാവില്ല. ഔട്ട് ടേണും ചെയ്യാം, ഇന്നും ചെയ്യാം, അകത്തും ചെയ്യാം. പക്ഷേ ലെയർ ഇല്ലെങ്കിൽ ഔട്ട് ടേൺ ചെയ്യാൻ പറ്റത്തില്ല. നേരെ ഒരേ ലെങ്ത് മുടിയിൽ പുറത്തോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഗ്രാജുവേഷൻ ടെക്നിക്ക്. പക്ഷേ ഇവിടെ മുടി വളരെ കട്ടി കുറഞ്ഞതുകൊണ്ട് കാണില്ല. ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി കാണും. ഗൈഡ് ലൈൻ 0 ഡിഗ്രി. നെക്സ്റ്റ് സെക്ഷന് 45 ഡിഗ്രിയിൽ പൊക്കുക. ഇവിടെ പൊക്കി കഴിഞ്ഞാൽ 90, ഇവിടെ പൊക്കിയാൽ 45. അത്രേ ഉള്ളൂ. എളുപ്പമുള്ള പണി, നല്ല ഹെയർ കട്ട്. പക്ഷേ ഈ മുടിയിലാവില്ല. ഇത് ലെങ്ത് ഇവിടെ കിടക്കുന്നു. സീറോ ഡിഗ്രിയിൽ വെട്ടുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തലയെ ചരിക്കണം. നിങ്ങൾ കോമ്പ് ചെയ്ത് അവരെ ഇങ്ങോട്ട് വലിച്ചാൽ പിന്നെ അവർ നേരെ പോകുമ്പോൾ ഇവിടെ എല്ലാം ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അപ്പോൾ അവരുടെ തല അങ്ങോട്ട് എന്തിനാണ് വെക്കുന്നത്? അപ്പോൾ അത് ഈക്വലായിട്ടുണ്ടാവും ലെങ്ത്. നിങ്ങൾ ആ കെമിക്കലൊക്കെ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ചുരുണ്ട മുടി കെമിക്കൽ ചെയ്തിട്ട് പിന്നെ അത് വരുന്ന മുടിയൊക്കെ ചുരുണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ ഒട്ടി കിടക്കും.